വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ് എവരിവൺ. ട്രാവൻകൂർ പിസ്റ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കോവളം ബീച്ചിലാണ്. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളും എൻ്റെ എക്സ്പീരിയൻസും ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പം പ്ലീസ് വാച്ച് ടിൽ ദി എൻഡ്. ഒരു ഉത്തമ ബീച്ചിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ ഒരു ബീച്ച് എങ്ങനെ ആവണം എന്നതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റാണ് കോവളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ സാഡ്. ക്രിസ്മസ് കഴിഞ്ഞു, ഇപ്പോൾ തന്നെ ന്യൂ ഇയർ ആവാൻ പോകുന്നു. ഇങ്ങനെയാണോ ഒരു വേൾഡ് ഫേമസ് ബീച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ഈസ് ദി ഗവൺമെൻറ്, അല്ലെങ്കിൽ KTDC, എന്താ പറയുക, നമ്മുടെ കേരള ടൂറിസം, അല്ലെങ്കിൽ പോലീസാണോ, അല്ലെങ്കിൽ അവിടുത്തെ ഹോട്ടലുകളാണോ, അതോ നമ്മളാണോ? അത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, ഈയിടയ്ക്ക് അവിടെ ട്രാഷ് ഇടാൻ സ്ഥലമില്ല, വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുറച്ച് ഹോട്ടൽസും ഹോട്ടൽസിൻ്റെ ഓണേഴ്സും അവരൊക്കെ ഭയങ്കരമായിട്ട് അവിടെ പ്രതിഷേധവും ജാഥയും സമരമൊക്കെ നടത്തി. അതിനുശേഷം കുറേ സ്ഥലത്ത് വേസ്റ്റ് ബോക്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവച്ചു. സ്വാഗതാർഹമാണ്. ഓക്കെ, ഇതൊക്കെ 10 വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിലും ഇങ്ങനൊരു പ്രതിഷേധം ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം വന്നത്. അപ്പം നമ്മൾ വന്ന് ഫസ്റ്റ് ബീച്ചിലോട്ട് ഇറങ്ങുന്ന, ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് ഇറങ്ങുന്ന കാണുന്ന കാഴ്ചകളാണ്. ഓക്കെ, ഇതൊരു പ്രത്യേകതരം കൈവരിയാണ്. ഇത് എവിടുന്നോ ഇമ്പോർട്ട് ചെയ്ത വേറെ ലെവൽ സ്ട്രീറ്റ് ലൈറ്റാണ്. ആരെങ്കിലും ബീച്ചിൻ്റെ സൈഡിൽ ഇരുമ്പ് സ്ട്രീറ്റ് ലൈറ്റ് വെക്കും? ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ വേറെ ടെക്നോളജീസ് ഉണ്ട് നോക്ക്. ഇത് കത്തുമെന്ന് അറിയത്തില്ല, കത്താറില്ല, കത്താനുള്ള സാധ്യത വളരെ കുറവാണ്. തൊട്ടാൽ ചിലപ്പോൾ ഷോക്കൊക്കെ അടിയും. പിന്നെ ഇതാണ് ഏറ്റവും വലിയ കോമഡി, അവിടുത്തെ ഒരു കൈവരിയാണ്. ഇത് ഒഴിഞ്ഞ് കടന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു കമ്പി പോലും ഇല്ല എന്നുള്ളതാണ്. ആരോ കൊണ്ട് സിമെൻറ്റിലിങ്ങനെ വെച്ച്, ആരോ കുറച്ച് കമ്പിയിലിങ്ങനെ വെച്ച്, എന്തോ വാട്ടോ. ഇതൊക്കെ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഇപ്പം കോവളം ബീച്ചിൽ സഞ്ചാരികളുടെ ഒഴുക്ക് കുറയുന്നു, അല്ലെങ്കിൽ ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്നില്ല? എല്ലാവരും വർക്കലയിൽ പോകുന്നു, കൊച്ചിയിൽ പോകുന്നു, തായ്ലാൻഡ്, മലേഷ്യ പോകുന്നു. എന്തുകൊണ്ട് അവർക്ക് പോയിക്കൂടാ? ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് അവർക്ക് പോയി? ഈ എക്സ്പീരിയൻസിന് വേണ്ടിയാണോ അവർ വരുന്നത്? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലീലയിലോ ടർട്ടിലോ അല്ലെങ്കിൽ വലിയ വലിയ റിസോർട്ടുകളിലൊക്കെ അല്ലേ അവിടുത്തെ പോയി നിങ്ങൾ താമസിക്കും, എങ്കിൽ പക്കയായിരിക്കും. പക്ഷേ എങ്കിലും ഒന്ന് ബീച്ചിലോട്ട് ഇറങ്ങണ്ടേ? ബീച്ചാണല്ലോ, ഈ ബീച്ച് ഉള്ളതുകൊണ്ടാണല്ലോ ഈ റിസോർട്ടുകളെല്ലാം അവിടെ രക്ഷപ്പെടുന്നത്. ഇത് അടുത്ത ഒരു കാഴ്ചയാണ്. ഞാൻ കുറച്ചങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് ഇത് എന്ത് വെള്ളമാണ് എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നല്ല നാറ്റമുണ്ട്. ആലോചിക്കണം, 80,000 1 ലക്ഷം ടിക്കറ്റ് മുടക്കിയിട്ടാണ് ഈ സായിപ്പുമാരൊക്കെ നമ്മുടെ കേരളത്തിൽ ബീച്ച് ആസ്വദിക്കാൻ ഗൂഗിളിലെ ഫോട്ടോ കണ്ട് വരുന്നത്. ദിസ് ഈസ് ദി റിയാലിറ്റി. ഇത് കണ്ടിട്ട് ഡ്രെയിനേജ് പൈപ്പാ എന്തോ ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അധികം നേരം നിൽക്കാനൊന്നും പോയില്ല. ഇനി വേറെ വല്ല ലോകത്തില്ലാത്ത അസുഖം വല്ലതും വരും. ഉള്ള അമീബയും ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയൊക്കെ ഉള്ള കാലമാണ്. ഓക്കെ, ഇത് അവിടുത്തെ ഒരു കാഴ്ചയാണ്. ഇത് അറിഞ്ഞുകൂടാത്ത സായിപ്പന്മാരോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ചാടിക്കളയും. പക്ഷേ ഇത് കണ്ടാൽ ചാടാൻ തോന്നൂല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവിടെ ഒരു ബോർഡ് വെക്കണം, ആക്ച്വലി ടോക്സിക് വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട്. നാലിക്കണം, ഇന്ത്യയിലെ വേൾഡ് ഫേമസ് ബീച്ചിലൊന്നാണ്. കിടപ്പുണ്ട്. ഇത് നമ്മുടെ പയ്യന്മാരുടെ സ്പീഡ് ബോട്ടാണ്. ഈ ഒരു സർവീസൊക്കെ ഉള്ളതുകൊണ്ട് അതെങ്കിലും ഉണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് നടത്തുന്നതാണ് സ്നൂപ്പി സ്പീഡ് ബോട്ട്. അടിപൊളി സർവീസാണ്. മറ്റേ കഴുത്തറുത്ത് കൊല്ലുന്ന റേറ്റൊന്നുമില്ല. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വിഴിഞ്ഞ ഹാർബറിൻ്റെ സൈഡും ലീല പാലസിൻ്റെ സൈഡും അവിടെയൊക്കെ വേണമെങ്കിൽ ഈ ബോട്ടിലൊക്കെ ഒന്ന് കറങ്ങി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ അത് അവിടെ പോയാൽ മതി. അവിടെ പോയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ പേര് നിതിൻ എന്നാണ്. അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ബാക്കി കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവർ തന്നെ ഇപ്പം ഈ അവിടെ സ്ഥാപനം നടത്തുന്നവരായാലും ആരോട് സംസാരിച്ചാൽ എല്ലാവരും പറയുന്ന ഇതാണ്, കോവളത്ത് കച്ചവടം കുറവാണിപ്പം. കോവളത്ത് കച്ചവടം കുറവാണ്. വൈ? കമോൺ, വൈ? അതോ ബീച്ച് കിടക്കുന്നു. എന്തായാലും ആ പ്രക്ഷോഭത്തിന് ശേഷം അല്ലെങ്കിൽ ആ സമരം നടത്തിയതിന് ശേഷം ഇപ്പോൾ കുറേ വേസ്റ്റ് ബിന്നും കാര്യങ്ങളും വെച്ചു. ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ദേ ഡിഡ് ദാറ്റ്. ഓക്കെ, പക്ഷെ ആര് ഇനി വേസ്റ്റ് അതിനകത്തിടും? ഇതാണ് അടുത്ത ചോദ്യം. അത് നമ്മളാണ് ചെയ്യേണ്ടത്, ഇല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലേസ് വാങ്ങിച്ചാലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സിപ്പപ്പ അല്ലെങ്കിൽ എന്താ അരി വാങ്ങിച്ചാലും അതിൻ്റെ ഒരു കവർ അത് നമ്മൾ ഇതിനകത്ത് തന്നെ കൊണ്ടിടണ്ടേ? കാരണം പാവ അമ്മച്ചിമാരൊക്കെ വെയിലത്ത് കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഓൾസോ ഡൂയിങ് ദെയർ പാർട്ട്. ഇതൊരു പാവം പിടിച്ച സായിപ്പ്
അങ്ങേക്ക് പുഷപ്പ് എടുക്കാൻ സ്ഥലമില്ല. എവിടെ പുഷപ്പ് എടുക്കാൻ പോയാലും അവിടെ മൊത്തം വേസ്റ്റാണ്. പക്ഷേ എങ്കിലും പാവം പിടിച്ച മനുഷ്യർ ഒരു സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഇട്ട് ഒന്ന് വർക്ക് വ്യായാമം ചെയ്യാൻ, ലൈക്ക് എന്തോ യോഗ സംതിങ് ചെയ്യാൻ. ഞാൻ ഇരിക്കുന്ന സ്ഥലം നോക്ക്, മൊത്തം ഐസ്ക്രീമിൻ്റെ കവർ അവൻ്റെ അമ്മൂമ്മ കെട്ടിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, നീയൊക്കെ ഐസ്ക്രീം വാങ്ങിച്ച് നിന്നിട്ട് നമ്മുടെ നാട് വൃത്തിയേടാക്കാറേ, എന്തോ നാടേ? കാരണം ഇത് ഇവിടെ കോവളം ടൂറിസം ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും ബാധിക്കും. ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നതാണ് ഞങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ ഏരിയ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ച്, അത് ആ രീതിയിൽ ആ സന്തോഷത്തോടെയും നല്ല ഭംഗിയായിട്ടും നിന്നാൽ മാത്രമേ ഇവിടെ കച്ചവടം വരുള്ളൂ. കച്ചവടം വന്നാൽ ആൾക്കാർക്ക് ഉപജീവനം ഉള്ളൂ. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടത്തില്ലല്ലോ. എല്ലാവർക്കും തായ്ലാൻഡിലും പട്ടായാലും പോകാനും പറ്റത്തില്ലല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ കണ്ട കാഴ്ചകളൊക്കെ. ഒരു മാറ്റവും ഇല്ല. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല, സ്വാഗതാർഹമാണ്. ബട്ട് വി നീഡ് മോർ. അപ്പോൾ അതിന് നമ്മളെല്ലാവരും കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം, ഒരുമിച്ച് നിൽക്കണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്യൂക്കേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഡോണ്ട് ട്രാഷ് അവർ ട്രാവൽ. ഓക്കെ, ആൻഡ് അതോറിറ്റീസും കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കണം. കാരണം നമുക്ക് ഇൻ്റർനാഷണൽ കൺട്രീസായിട്ടൊക്കെ മത്സരിച്ച് നിൽക്കണമെങ്കിലേ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ യു ഗൈസ് റൈറ്റ് സേഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.